യാക്കോബ് ബുർദാന, ആബൂന്മാർ ബസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവയും 30 മെത്രാപ്പോലീത്തമാരും 100 കണക്കിന് പുരോഹിത ശ്രേഷ്ഠരും വിശ്വാസികളും സാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് സമരം നടത്തുകയാണ്. സാർ പൂട്ടിക്കിടന്ന 20 പള്ളികൾ തുറക്കണമെന്നും അച്ഛന്മാർക്ക് സഭാവിശ്വാസികൾക്കുമെതിരെ എടുത്തിട്ടുള്ള കള്ളക്കേസുകൾ പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സാർ സമരം നടത്തുന്നത്. സാർ UDF-ലെയും കോൺഗ്രസിലെയും നിരവധി ഉന്നത നേതാക്കൾ യാക്കോബായ സഭയിലെ പ്രധാന പദവികൾ അലങ്കരിക്കുന്ന വ്യക്തിത്വങ്ങളാണ് സാർ. UDF-ന്റെ കൺവീനർ ശ്രീ PP തങ്കച്ചൻ, എറണാകുളം DCC പ്രസിഡന്റ് ശ്രീ VJ പോലോസ്, എറണാകുളം ജില്ലാ UDF കൺവീനർ കേരള കോൺഗ്രസ് എമ്മിന്റെ ജില്ലാ പ്രസിഡന്റ് ഷിബു തെക്കുംപുറം, ഈ സഭയിലെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി സെക്രട്ടറി ശ്രീ ബെന്നി ബഹനാൻ, ഭക്ഷ്യവകുപ്പ് മന്ത്രി ശ്രീ അനൂപ് ജേക്കബ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എൽദോസ് കുന്നപ്പള്ളി, മുൻ മന്ത്രി കൂടിയായ ശ്രീ TU കുരുവിള, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അടുത്ത സുഹൃത്തും കോൺഗ്രസ് സഹയാത്രികനുമായ സഭാ സെക്രട്ടറി ജോർജ് മാത്യു തെക്കേത്തലയ്ക്കൽ, ലീഡർ ശ്രീ K കരുണാകരന്റെ ആത്മമിത്രമായിരുന്ന മാമ്പ്രാച്ചൻ എന്നറിയപ്പെടുന്ന വൈദിക ട്രസ്റ്റി വന്ധ്യ മത്തായി കോറപ്പിസ്കോപ്പാച്ചൻ തുടങ്ങി ഓർമ്മയിൽ നിന്ന് പറയാവുന്ന പേരുകൾ നിരവധിയാണ് സാർ. ശ്രീ K ബാബു, ശ്രീ S ശർമ്മയും ഈ സഭയ്ക്ക് നിരവധി കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുള്ളവരാണ് സാർ. സാർ, സഭ ഭൂമിയോളം ക്ഷമിച്ച ശേഷമാണ് സമരരംഗത്തിറങ്ങിയത് സാർ. സാർ, പിറവ് ഉപതെരഞ്ഞെടുപ്പിൽ നിരവധി വാഗ്ദാനങ്ങൾ സഭാ നേതൃത്വത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ നേരിട്ട് നൽകി സാർ. ശ്രീ അനൂപ് ജേക്കബിന് പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ കമാൻഡർ പദവി നൽകി. ശ്രീ ബെന്നി ബഹനാനെ കമാൻഡറാക്കി. ഷെവിലിയാർ കമാൻഡർ, ബാരിത്തോ, ശാരീരോ, ശ്രീ TU കുരുവിള ഉൾപ്പെടെ വേറെ. മുൻ സഭാ സെക്രട്ടറിയാണ് സാർ അദ്ദേഹം. സാർ, പിറവം മണ്ഡലത്തിലെ മാമലശ്ശേരി പള്ളിയിൽ 264 ദിവസമാണ് സാർ വർഗീസ് പുല്യാട്ടൽ അച്ഛന്റെ നേതൃത്വത്തിൽ സമരം നടത്തിയത്. 11 ദിവസം നിരാഹാരം സമരമായിരുന്നു സാർ. സാർ, തിക്കുന്നത്ത് സെമിനാരി, മാമലശ്ശേരി, വെട്ടിത്തറ, മണ്ണത്തൂര്, കോലഞ്ചേരി, പിറവം, കുറിഞ്ഞി, ഞാറക്കാട്, കണ്യാട്ടുതിരപ്പ്, പഴന്തോട്ടം പ്രശ്നബാധിത പള്ളികൾ എത്രയാണ് സാർ? സാർ, കുറിയലായ്സോർ എന്ന് പറഞ്ഞൊരു കേസാണ് സാർ. അതുപോലെ തന്നെ ശവസംസ്കാരം നടത്തിയതിന് സെമിത്തേരിയിൽ ധൂപം വെച്ചതിന് കേസാണ് സാർ. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ പേരിൽ കേസാണ് സാർ. സാർ, 5 കൊല്ലം സമാധാനപരമായി ഓർമ്മ പെരുന്നാളില് ഈ തൃക്കുന്നത്ത് സെമിനാരിയിൽ VS മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ നടന്നു സാർ. സാർ, അവിടെ ഇക്കൊല്ലം അവിടെ പ്രാർത്ഥിക്കാൻ ചെന്ന മാത്യൂസ് മാർ അന്തിമോസ് തിരുമേനിയുടെ കുപ്പായത്തിൽ പോലീസുകാർ പരിശോധിക്കുന്ന ചിത്രമാണ് സാർ. ഒരു അഭിവന്യ ബിഷപ്പ് തിരുമേനിയെ ഈ തിരുവഞ്ചൂരിന്റെ പോലീസുകാർ പരിശോധിക്കുന്ന ചിത്രമാണ് സാർ. സാർ, ശ്രീ ഉമ്മൻചാണ്ടി തിരുവഞ്ചൂരും യാക്കോബായ സഭയ്ക്കെതിരെ ഗൂഢലക്ഷ്യങ്ങളോടെ നീക്കുകയാണ്. പോലീസിനെയും ഭരണ സംവിധാനങ്ങളെ ഉപയോഗിച്ച് തകർക്കാവുന്നതല്ല അന്ത്യോക്യ മലങ്കര ബന്ധം. അത് നീളാൽ വാഴുക തന്നെ ചെയ്യുമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് സാർ. പള്ളികൾ തുറക്കാനും വ്രതശുദ്ധിയുടെ നാളുകൾ പിന്നിട്ട് പീഡാനുഭവത്തിലേക്ക് സമാധാനത്തോടെ പ്രവേശിച്ച് ആരാധന നടത്തുവാനും യാക്കോബായ സഭയ്ക്ക് അവസരം നൽകണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് സാർ. യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങൾ തമ്മിൽ വിവിധ പള്ളികളുടെ അവകാശം സംബന്ധിച്ച് 1908 മുതൽ ആരംഭിച്ച തർക്കങ്ങൾ കോടതിയുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടും ഇപ്പോഴും തുടർന്നു വരികയാണ് സാർ. വിശ്വാസപരമായ വിഷയമായതിനാൽ സർക്കാരിന് ഇടപെടുന്നതിന് പരിമിതികളുണ്ടെങ്കിലും ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന വിധത്തിൽ പള്ളി തർക്കങ്ങൾ മാറുമ്പോൾ സർക്കാർ ഇടപെടുകയും പ്രശ്ന പരിഹാരത്തിനായി കോടതി വിധികൾക്ക് വിധേയമായി താൽക്കാലിക സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് സാർ. വിശ്വാസികൾ തമ്മിലുള്ള തർക്കം കാരണം എറണാകുളം ജില്ലയിലെ 7 പള്ളികളും ഇടുക്കി ജില്ലയിലെ 2 പള്ളികളും പത്തനംതിട്ട, തൃശ്ശൂർ അങ്ങനെ ചില പള്ളികളിലുള്ള പ്രശ്നങ്ങൾ സമൂഹത്തിന് മുമ്പിൽ നിൽപ്പുണ്ട്. തർക്കമുള്ള പള്ളികളിൽ വിശ്വാസികൾ തമ്മിലുള്ള ക്രമസമാധാന പാലനത്തിനെ സംബന്ധിച്ച് എറണാകുളം ജില്ലയിൽ 69 കേസുകളും പിന്നെ മറ്റ് ജില്ലകളിൽ ബന്ധപ്പെട്ട കേസുകളുമുണ്ട്. പോലീസിനെ ആക്രമിച്ച കേസുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് സാർ. ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ കാര്യത്തെ സംബന്ധിച്ച് ഗവൺമെന്റ് വളരെ ഗൗരവതരമായിട്ടാണ് എടുക്കുന്നത് സാർ. ഗവൺമെന്റ് ഇവിടെ ഒരു ക്യാബിനറ്റ് സബ് കമ്മിറ്റി വെച്ചു. ആ ക്യാബിനറ്റ് സബ് കമ്മിറ്റി പല ഘട്ടങ്ങളിലായി ചർച്ച ചെയ്തിട്ടുണ്ട് സാർ. ഈ ബന്ധപ്പെട്ട എല്ലാ 2 വിഭാഗത്തിൽപ്പെട്ട ഏറ്റവും പരമോന്നതരായിട്ടുള്ള ബഹുമാന്യർ അവരടക്കമുള്ള ആളുകളുമായി സംസാരിച്ച് പ്രശ്നത്തിന് രമ്യമായ പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ചില പക്ഷം ചേർന്നിട്ട് ഈ രമ്യത തകർക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ ലക്ഷ്യമുള്ള ആളുകളും ഈ സമൂഹത്തിൽ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല സാർ. അവിടെ നമുക്ക് ഒരു സാഹോദര്യമാണ് നിലനിൽക്കേണ്ടത്. സഭാവിശ്വാസം സമാധാനത്തിന് വേണ്ടിയാണ്. ആ സമാധാനപരമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സാർ. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഞാൻ പ്ലീസ് ശ്രീ സാജു പോൾ അങ്ങ് പറയാനുള്ളത് പറഞ്ഞു. മിനിസ്റ്റർ കേട്ടല്ലോ. മിനിസ്റ്റർ അങ്ങേക്ക് പറയാനുള്ളത് പറയുക. അപ്പോ സാർ, ഇവിടെ യാക്കോബായ സഭ വിഭാഗം
5/3/2013 കോതമംഗലത്ത് കൂടിയ യോഗത്തിൽ വെച്ച് സമരപരിപാടികൾ ആരംഭിക്കാൻ തീരുമാനിക്കുകയും അതിന് മുന്നോടിയായി 17/3/2013 ഒരു പള്ളികളിൽ യോഗം ചേരുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. സാർ, ഇതൊരു വളരെ ഒരു പാർട്ടി അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. അത് നമ്മളുടെ ഒരു ഇടതുപക്ഷ ഭരണകക്ഷി ഒരു തർക്കവുമല്ല. സാർ, ഇതിനകത്ത് നമുക്ക് സമാധാനം വേണ്ടത്. ഞാൻ അതുകൊണ്ട് പറഞ്ഞു 1908 മുതലുള്ളൊരു പ്രശ്നമാണ്. ആ പ്രശ്നത്തിന് നമുക്ക് ഒരു നിമിഷം കൊണ്ടോ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ടോ തീർക്കാൻ കഴിയുന്നതല്ല. സമഗ്രമായ രൂപത്തിലുള്ള സമീപനം എടുത്ത് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സാർ, മിനിയാന്നും ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കൂടി ഞങ്ങളുടെ എല്ലാ ഒരു ആലോചനയുടെ അടിസ്ഥാനത്തിൽ അവിടെ പോയി ബന്ധപ്പെട്ട വളരെ അത്യുന്നതരായിട്ടുള്ള ആളുകളെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. ഏകദേശം സമാധാനം ഉണ്ടാക്കാൻ പറ്റും എന്ന് കരുതുമ്പോഴാണ് ശ്രീ സാജു പോളിന്റെ ഇത്ര ഷാർപ്പായ പദപ്രയോഗങ്ങൾ. അതൊരു ഗുണകരമായിട്ട് വരുമോ എന്നുള്ളത് ഈ സഭ തന്നെ ആലോചിച്ചാൽ മതി. നമുക്ക് സാർ ഇവിടെ സമാധാനമല്ല വേണ്ടത്. രണ്ട് വിഭാഗത്തിൽ ഓരോ ഭാഗത്ത് നമ്മൾ അങ്ങോട്ട് സ്ഥാപിച്ചങ്ങോട്ട് നിൽക്കുക, എന്നിട്ട് പരസ്പരം അവരെ വെട്ടിക്കൊല്ലാൻ വേണ്ടിയുള്ള സാഹചര്യം ഉണ്ടാക്കുക. ദയവായി അത് ചെയ്യരുത് എന്നുള്ളതാണ് എന്റെ പക്ഷം. അതുകൊണ്ട് ഇത് സമാധാനപരമായി തീർക്കുന്നതിന് വേണ്ടി ഗവൺമെന്റിനോട് ദയവായി രാഷ്ട്രീയം വിട്ട് ഗവൺമെന്റിനോട് സഹകരിക്കണം എന്ന്